കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, തിരുവചനങ്ങൾ 9 മുതൽ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈസ്റ്ററിന് ശേഷമുള്ള ഈ ദിവസങ്ങളെയെല്ലാം നമ്മൾ ഏറ്റവും ആഘോഷകരമായ തിരുവുത്സവത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഈ 8 ദിവസങ്ങൾ ഈസ്റ്റർ മുതൽ നാളെ അടുത്ത ഞായർ വരെ, ദിവ്യകാരുണ്യയുടെ കാരുണ്യത്തിന് അല്ലെങ്കിൽ കരുണയുടെ തിരുനാളിൻ്റെ ഞായർ വരെയുള്ള ദിവസങ്ങളെല്ലാം പുതുഞായർ എന്നറിയപ്പെടുന്നു, കരുണയുടെ തിരുനാൾ എന്നറിയപ്പെടുന്നു. ആ ദിവസങ്ങൾ വരെയുള്ള ദിവസങ്ങളെല്ലാം ഈസ്റ്റർ പോലെ തന്നെ ആഘോഷപൂർവകമായിട്ട് സഭ ആചരിക്കുകയാണ്. കാരണം ഈസ്റ്ററിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം ശിഷ്യന്മാർക്കുണ്ടായ, ഈശോയോട് കൂടെ നടന്നിരുന്ന ഓരോരുത്തർക്കും ഉണ്ടായ ഉത്ഥാനത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചു കേട്ടത്. ഇന്നത്തെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാന ഈ ഒരു ഭാഗം, ഈ ഒരു 8 വചനങ്ങൾ പലപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം നടന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു സമ്മറി കൂടിയായിട്ടാണ് ഈ ഒരു അവസാനത്തെ 2 പാരഗ്രാഫ് നമ്മൾ കാണുന്നത്. ഏറ്റവും ആദ്യകാലങ്ങളിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം ഈ അവസാനത്തെ ഈ ഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പെട്ടെന്ന് അവസാനിച്ചു പോയത് കൊണ്ട് കുറേയും കൂടി സുവിശേഷം വായിക്കുന്നവർക്ക് അത് മൊത്തത്തിലുള്ള ഒരു പിക്ചർ തരാനായിട്ട് കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച് അവസാനം കർത്താവ് നൽകിയ കൽപ്പനയോടുകൂടിയാണ് വചനം അവസാനിക്കുന്നത്. അപ്പോൾ സഭ ഈ ഒരു മർക്കോസിൻ്റെ സുവിശേഷത്തെ അവസാനത്തെ വചനം ഇന്ന് ഇവിടെ ആയിരിക്കും നമ്മുടെ എല്ലാവർക്കും വ്യഞ്ജനത്തിനായിട്ട് തരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും എല്ലാം ഈശോ ശിഷ്യഗണത്തിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഉത്തരവാദിത്വം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഐക്യപ്പെട്ട വ്യക്തികളാണ്. എല്ലാവരുടെയും പ്രൈമറി ഡ്യൂട്ടി, പ്രത്യേകിച്ചും പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും എല്ലാം അതിനുശേഷം എല്ലാവരുടെയും ഏറ്റവും പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക, ഇവാഞ്ചലൈസേഷനാണ്. കർത്താവിനെ പകർന്നു കൊടുക്കുക. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ ഇന്നലെ കണ്ട വചനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ആദ്യ വായന നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന്. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ആ ദേവാലയ കവാടത്തിൽ വെച്ച് ജന്മനാ മുടന്തനായ ഒരുവനെ പത്രോസും യോഹന്നാനും സുഖപ്പെടുത്തി. അത് നിഷേധിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അത് എല്ലാവരും കണ്ട ഒരു കാര്യമാണ്. അവർ ഈശോയുടെ നാമത്തിലാണ് സുഖപ്പെടുത്തിയതെന്നും എല്ലാവർക്കും അറിയും. അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഇവരെ ശക്തമായിട്ട് താക്കീത് ചെയ്ത് ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുക, മേലെ മിണ്ടിപ്പോകരുത് ഈശോയുടെ നാമത്തിൽ. പ്രിയമുള്ളവർ, ഇവിടെ എല്ലാം അടിസ്ഥാനം എന്താണ്? പലരും ഇത് കണ്ടതുകൊണ്ടല്ല, പലരും ഈശോയുടെ നാമത്തിൽ ഇവർ പ്രഘോഷിക്കുന്നതും കർത്താവിൻ്റെ നാമത്തിൽ ഇവർ പഠിപ്പിക്കുന്ന ഓരോ വചനങ്ങളെയുമാണ് ഇവർ കൂടുതലായിട്ട് വിശ്വസിച്ചത്. എല്ലാവരും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയം. എല്ലാവരും കേട്ടു, എല്ലാവരും അറിഞ്ഞു. ഇവരുടെ പ്രഘോഷണത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കപ്പെട്ടത് അവർ വിശ്വസിച്ചു. ഈ ശിഷ്യ സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന താക്കീത് എന്താ? മേലാൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മിണ്ടിപ്പോകരുത്. അപ്പോൾ അവർ പറയുന്നൊരു വചനമുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ ഈ ഒരു മധ്യഭാഗത്ത് 19-20 തിരുവചനങ്ങൾ. മനുഷ്യരെക്കാൾ കൂടുതൽ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും,
ഞങ്ങൾ കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു മനോഭാവമാണിത്. മനുഷ്യരെക്കാൾ ഉപരി ഞാൻ ദൈവത്തെ അനുസരിക്കും. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം എങ്ങനെയാണ്? ലോകത്തിന് എതിര് നിൽക്കുന്നതൊന്നും ചെയ്യാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ, ഞാൻ എൻ്റെ വിശ്വാസത്തെ, ഞാൻ എൻ്റെ സംസ്കാരത്തെ, ഞാൻ എൻ്റെ മൂല്യങ്ങളെ സത്യമാണെന്നറിയുന്നതിനെ കൂടിയും ലോകം അതിനെ സ്വീകരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ലോകത്തിന് മുഷിപ്പുണ്ടാകണ്ട, ചുറ്റുമുള്ള ഒരു സംസ്കാരത്തിന് മുഷിപ്പുണ്ടാകണ്ട, മറ്റാരെയും വെറുപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നു, ഞാൻ സത്യത്തെ കോംപ്രമൈസ് ചെയ്യുന്നു. ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേദനിച്ചാലോ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് സത്യം പറയുന്നതിലുപരി പറയാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ലോകം നമ്മളെ മാറ്റിക്കളഞ്ഞു. ലോകത്തിന് ഇഷ്ടമില്ലാത്തത് സംസാരിക്കുന്നവരെ ലോകം മുറിച്ചു മാറ്റും. സമൂഹത്തിൽ നിന്ന് ഒരു വില കൽപ്പിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് കൂടി പയ്യെ ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞ കാര്യം ഇതാണ്, ഇനി നിങ്ങൾ മിണ്ടിപ്പോരെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും, മനുഷ്യരെയല്ല, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, എന്നിട്ട് അവർ പറയുന്ന ഏറ്റവും ശക്തമായൊരു ഭാഗം, അതൊരു 2020-21 തോന്നുന്നു, സഭ മിഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മിഷൻ ഞായറിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത ആപ്തവാക്യമാണ് ഈ ഒരു വചനം. അപ്പോസ്തല പ്രവർത്തനം 4:20, ഞങ്ങൾ കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ സുവിശേഷത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്കറിയാം, എല്ലാവരും ഓടി നടന്ന് എന്താ ഈ പറഞ്ഞത്? സമരിയാക്കാരി സ്ത്രീ, അവളിങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ തുള്ളിച്ചാടി ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനായ വ്യക്തി താൻ കണ്ടവരോടൊക്കെ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവികതയുണ്ട്, ഈ മനുഷ്യൻ ദൈവമാണ്, കാരണം അതല്ലാതെ മറ്റാർക്കും എന്നെ സുഖപ്പെടുത്താൻ പറ്റില്ല. അവനും കണ്ടവരോടൊക്കെ പറഞ്ഞു. ഈശോയെ കേട്ടവര്, ഈശോയെ അറിഞ്ഞവര്, ഈശോയെ അനുഭവിച്ചവരെല്ലാം ഓടി നടന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാനും നിങ്ങളും എന്താ പറയാൻ പോകുന്നത്? ഈശോയെക്കുറിച്ച് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ എപ്പോഴും ഒരു സ്റ്റേജിൽ കയറി നിന്ന് വചനപ്രഘോഷണം ചെയ്യുന്നത് പോലെ എപ്പോഴും പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബൈബിളിനെക്കുറിച്ചും സ്ക്രിപ്ചറിനെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും ആഴമായ ഡിഗ്രിയോ ജ്ഞാനമോ ഒന്നും നമുക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങളും ഈശോയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ്. നിങ്ങളും ഈശോയും തമ്മിലുള്ള ആ ഒരു പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. അതിലുപരി ഈശോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നുവെന്ന് നിങ്ങൾക്ക് പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചും വചനപ്രഘോഷണത്തിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത്? കാരണം നമ്മൾ പറയുന്നതിനെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഏറ്റവും ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിക്കുന്നത് ഒരു വ്യക്തി ആ ദൈവാനുഭവം പറയുമ്പോഴാണ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ ചിന്തിക്കേണ്ട. കർത്താവ് ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ, നിങ്ങളോട് സംസാരിക്കുന്നവരുടെ ഇടയിൽ, നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമെങ്കിലുമൊക്കെ ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് ഇതാണ് എന്ന് ഉറപ്പോടെ പറയാൻ പറ്റണം. അത്രയും പറഞ്ഞാൽ മതി. അതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ, ഞാനും ദൈവവും തമ്മിലുള്ള കൂട്ടിമുട്ടലിൻ്റെ, കണ്ടുമുട്ടലിൻ്റെ, വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അനുഭവം, നിങ്ങളുടെ കഥ പറയുക. ഈശോയും നിങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുക. അതാണ് ഇവരെല്ലാവരും ചെയ്തത്. ഇവരാരും ഇവർ വിദ്യാവിഹീനരാണെന്ന് കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. വചനം എഴുതി പറിച്ചിരിക്കുന്നതാ, അവർക്ക് വലിയ ജ്ഞാനമില്ല, അറിവില്ല. പക്ഷേ അവർ കണ്ട ക്രിസ്തുവിനെ, അവർ അറിഞ്ഞ ക്രിസ്തുവിനെ, അവർ കൂടെ ജീവിച്ച ക്രിസ്തുവിനെ അവർ പ്രഘോഷിച്ചു. നിങ്ങൾക്ക് വേണ്ട ആ ഒരു ശക്തി തരുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ശക്തി പ്രാപിക്കും. ഈശോയെക്കുറിച്ച് പറയാനുള്ള കൃപ ലഭിക്കും. നമ്മൾ ഇനി മുതൽ പെന്തക്കോസ്തിന് വേണ്ടിയിട്ടുള്ള, തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളില്ല. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെക്കുറിച്ച് പറയാൻ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാതെ സത്യം പറയുവാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ. ജീവിതം കൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അറിയാവോ, എനിക്ക് ഉറപ്പുണ്ട് അതിൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇത് കാര്യം പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നു. അപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു.
ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ ആ വചനം എന്നെ ശക്തിപ്പെടുത്തി. ഇതൊക്കെയാണ് എൻ്റെ സുവിശേഷം. ചെറിയ ചെറിയ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഈശോയും നിങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പ്രഘോഷിക്കുക. ഓർക്കുക, നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. ഈ ശിഷ്യന്മാരെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ ഒരു ചങ്കൂറ്റം ഉണ്ടാവട്ടെ. മറ്റുള്ളവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല സത്യം, ദൈവം നമുക്ക് വെളിപ്പെടുത്തിയതാണ് സത്യം. അതാണ് ഈ ഒരു വചനം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതം കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.